ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വനിതാ ഡെന്റൽ കൌൺസിൽ കേരള സംസ്ഥാന പ്രൊജക്ടായ ജാഗ്രതയുടെ ഭാഗമായി IDA ഏറനാട് ബ്രാഞ്ചും എരവിമംഗലം ആരോഗ്യ കേന്ദ്രവും EMS നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളും ചേർന്ന് പെരിന്തൽമണ്ണയിൽ വിവിധ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. നഗരസഭാ ചെയർമാൻ P. ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഉണ്ടാക്കുന്ന അക്രമവും വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും. ഒരു തമാശ എന്താന്ന് വെച്ചാൽ ഈ നാട് ഫുള്ള് ലഹരിക്കെതിരെ അല്ലെ. ആരെങ്കിലും ലഹരിയെ അനുകൂലിക്കുന്നുണ്ടോ ചോദിച്ചാൽ ആരും അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്നറിയോ? അത് എണ്ണയോ സ്വർണവും ആയുധ കച്ചവടവും ഒന്നും. ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ലഹരിയാണ്. അതിന്റെ വിൽപ്പനയാണ്, അതിന്റെ വാണിജ്യമാണ്, അതിന്റെ കയറ്റുമതി, അതിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം. അത് വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടില്ല. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ഷെർലിജ, ഡോക്ടർമാരായ നിതിൻ, റഫ്ന, ഷാനിബ്, സിദ്ദീഖ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ആയിഷ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സിഗ്നേച്ചർ വാളിൽ ഒപ്പുവെച്ച് ലഹരിക്കെതിരായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. EMS നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു. സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ചേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തു. ഈസ്റ്റ് ലൈവ്, പെരിന്തൽമണ്ണ.